ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ കാണുന്നത് കണ്ണൂർ SN വിദ്യാമന്ദിരാണ്. ഞാൻ എന്തിനെവിടെ പോയെന്ന് നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. ഞാൻ ഇവിടെ എൻ്റെ സ്കൂളിൽ നിന്ന് ഉപന്യാസ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. എൻ്റെ ഫ്രണ്ട്സും കൂടി ഉണ്ട് കേട്ടോ. ഇത് ആബ മധു, എൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ പ്രസംഗം അങ്ങനെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. വിവിധ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളുണ്ടായിരുന്നു അവിടെ. ഓരോ മത്സരത്തിനായിട്ട് വിവിധ തരത്തിലുള്ള മത്സരങ്ങളുണ്ട് കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്കൂളായതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഇത് മുമ്പേ വെക്കേണ്ട പരിപാടിയായിരുന്നു, പിന്നെ മഴ കാരണം മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മത്സരത്തിനും ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ആയിരുന്നു. എൻ്റെ അപ്പുറം ഇരിക്കുന്ന കുട്ടി അനുഷ്കയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ. അവള് റെസിറ്റേഷന് വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ പ്രെയർ ഉണ്ടായിരുന്നു. ഈ പ്രസംഗിക്കുന്ന ആളുടെ പേര് എനിക്ക് അവിടെ നിന്നൊക്കെ ഓർമ്മയുണ്ടായിരുന്നു, ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് അവസരം ഒരുക്കി തന്ന എൻ്റെ ഇപ്പോഴത്തെ മലയാളം ടീച്ചർ പ്രസന്ന മിസ്സിനോട് എൻ്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു ഇങ്ങനെ പ്രസംഗം പറയാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ടൈമായി ഉപന്യാസത്തിൻ്റെ. എന്നിട്ട് ഞാൻ പോയി. ശ്രീനാരായണ ഗുരുവിൻ്റെ 170-ാം ശ്രീനാരായണ ഗുരു ജയന്തിയാണ് ആഘോഷിക്കുന്നത്. ഞാനും അനുഷ്കയും കൂടിയിട്ട് ഞങ്ങളെ കോഡ് നമ്പർക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ട് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ഫുൾ ഫോമൊക്കെ അവൾ പറഞ്ഞതെന്ന് എനിക്ക്. അവളെ റോൾ നമ്പറാണ് അവൾക്ക് കിട്ടിയത് 6. ആ റൂമിൽ നിന്നാണ് ഞാൻ ഉപന്യാസം എഴുതുന്നത്. അങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ ഉള്ളിലേക്ക് വന്നിട്ട് എടുക്കാഞ്ഞത്. ആബിയും ഞാനുമാണ് ഉപന്യാസത്തിനുള്ളത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല സിമ്പിളായിരുന്നു കേട്ടോ. ഞങ്ങൾ പുറത്ത് വന്നിട്ട് ഇങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ സംസാരിച്ചു. അപ്പോൾ കണ്ണൻ വന്നിട്ട് എന്നോട് എന്തെല്ലോ വർത്തമാനം പറഞ്ഞു. ഞങ്ങൾ ഏറ്റവും ടോപ്പത്തെ നിലയിലാണ് ഉപന്യാസം. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി പോവാണ്. അച്ഛൻ താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ണനെ ആബനെ കിട്ടിയതിന് ശേഷം എന്നെ വേണ്ട, അവൻ ഓളപ്പം ഇവിടെ നടക്കുന്നുണ്ട്. അവൾ പിന്നെ അവളെ അമ്മയുടെ കൂടെ ഉള്ളിലേക്ക് പോയി. ഞങ്ങൾ പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണിത്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. ഈ അമ്പലത്തിൻ്റെ പേര് സുന്ദരേശ്വര സ്വാമി ക്ഷേത്രം എന്നാണ്. ഞങ്ങളുടെ ഉള്ളിലേക്ക് പോയി. ഉള്ളിൽ ഇങ്ങനെ പൂഴി കൊണ്ടുള്ള ഒരു സംഭവമാണ്, മണൽ അങ്ങനെ എന്തോ. ഞങ്ങൾ ഉള്ളിൽ കയറാൻ നിന്നില്ല, വേഗം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അനുഷ്കേൻ്റെ റെസിറ്റേഷൻ കേൾക്കാനുള്ള തിടുക്കത്തിലായിരുന്നു ഞാൻ ഉണ്ടായത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ആൽമരം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫുൾ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അവിടെ ഒരു മണ്ഡപമുണ്ട്, ശ്രീനാരായണ ഗുരു രാമമണ്ഡപം എന്ന് പറഞ്ഞിട്ട്. സൈഡിലൊരു കിണറുണ്ടായിരുന്നു. ഈ സ്റ്റെപ്പും ഉണ്ട് കേട്ടോ. ഇത് ഉള്ളിലോട്ട് പോകുമ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ടായി, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കാണുന്നത് തന്നെയാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇതാ അവിടെ മേലെ നല്ല ഡെക്കറേഷനൊക്കെ ഉണ്ട്. ഇതാ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ളൊരു വൃക്ഷമാണിത്. നാഗലിംഗ വൃക്ഷം എന്നാണ് ഇതിന് പറയുക. നിങ്ങളിതിന് വേറെ പേര് പറയണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കണ്ണൻ അതിനിടക്ക് അച്ഛനെ എടുത്തു. ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അത് കാണാൻ വേണ്ടി ഫുള്ളി നല്ല വൃത്തിയിലാണ് അതാക്കിയിട്ടുള്ളത്. അടുത്തൊരു ഭസ്മത്തിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട്. കണ്ണനെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഞാൻ ചുറ്റി വന്നു, പ്രാർത്ഥിച്ചു. എനിക്ക് പ്രൈസ് കിട്ടണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ അവിടെ കുറേ ഫോട്ടോസ് ഉണ്ട്. ഗാന്ധിജി ശിവഗിരിയിൽ വെച്ച് ഗുരുദേവനെ സന്ദർശിച്ചപ്പോൾ, പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ 1922 ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗൃഹമാണ്, ചെമ്പഴന്തിയിലാണ്. ഞാൻ അതൊക്കെയാണ് നോക്കുകയാണ് കേട്ടോ. അത് ശിവക്ഷേത്രമാണ്, ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കേട്ടോ അത്. അതാ ഞാൻ ഓടിപ്പോകുന്നത് എനിക്ക് റെസിറ്റേഷൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എൻ്റെ കാൽപ്പാദം അതുപോലെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലോ ആക്കിയത്. ഇതാ ഉള്ളിലേക്ക് പോവാൻ കേട്ടോ. അപ്പോഴത്തേക്ക് അവളുടേത് തുടങ്ങിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ ആദ്യം വെച്ച കോഡ് അനുസരിച്ചായിരിക്കും ഉണ്ടായിട്ടുണ്ടാവാന്നായിരിക്കും.
എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറുമ്പോൾ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു, 4ാമത്തെ കോഡാണ്, 4ാമത്തെ ആളാണ് പാടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അവൾ 6 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് ആ കണ്ട മിസ്സ് ഞങ്ങളെ മുമ്പ് പഠിപ്പിച്ച കേട്ടോ. ഞങ്ങൾ ചിന്മയിലുണ്ടായതാണ്, പിന്നെ മിസ്സ് ഇങ്ങോട്ടേക്ക് വന്ന കേട്ടോ. ഇതാണ് അനുഷ്ക. ഞങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ പേര് കൊടുത്തതിനനുസരിച്ചാണ്. അപ്പോൾ അവൾ ലാസ്റ്റായിട്ടാണ്. പിന്നെ ഞാനും മിസ്സും കൂടി കുറച്ച് പോസ് ചെയ്തു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ശ്രീജ മിസ്സാണിത്. ഞങ്ങൾക്ക് മലയാളം പഠിപ്പിക്കുന്നതായിരുന്നു. 6th നിന്നാണ് എന്നെ പഠിപ്പിച്ചേട്ടോ. നിങ്ങൾ പോകാൻ പോകുമ്പോൾ എന്നോട് ഫോട്ടോ അയച്ചിടണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കണ്ണനും ഞാനും അവളും കൂടി എന്തൊക്കെയോ സംസാരിച്ചു. നല്ല രസമായിരുന്നു അവളെ പാട്ട് കേട്ടോ. അവൾ ടോപ്പ് സിംഗറിലൊക്കെ പോയതാണ്. നല്ല രസമാണ് അവൾ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളൊരു കൊച്ചു ഗായികയാണ്, സെലിബ്രിറ്റിയാണ്. അപ്പം കുറച്ചാക്കെങ്കിൽ അവൾ അറിയായിരിക്കും. ഞങ്ങളിത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ എപ്പോൾ പ്രോഗ്രാം അങ്ങനെ എന്തെല്ലോ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓളെ ചോദിച്ചു നിൻ്റെ കോഡൊക്കെ എടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എവിടെയോ പോയി, എഴുതുന്നതിനിടയ്ക്ക് ഞാൻ ബെൻഡ് ചെയ്യുന്ന സമയത്ത് അത് എവിടെയോ പോയി എന്നെല്ലാം പറഞ്ഞ് പിന്നെ ഞാൻ പൗസിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് സമയം അവളുടെ പ്രോഗ്രാം കഴിയുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അവിടെ. നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് പേര് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അടുത്തത് അനുവാണ് വേണ്ടത്. എല്ലാവരും ഒന്ന് കേട്ടോക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇന്ന് നടന്ന പരിപാടിയുടെ വിജയികൾ, അതായത് പ്രൈസിൻ്റെ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. വീണ്ടും കാണാം. ടാറ്റാ.